ഹരേ കൃഷ്ണ. ആദരണീയരായ ശ്രീരാഗ കുടുംബത്തിലെ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് ശ്രീരാമകൃഷ്ണദേവന്റെ സാരോപദേശ കഥകളിൽ നിന്നുള്ള എല്ലാം നല്ലതിന് എന്നൊരു കഥയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ ശ്രീദേവി രാധാകൃഷ്ണൻ. ഈ കഥയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം. ഒരു രാജ്യത്ത് വളരെ ഈശ്വരഭക്തനായ ഒരു രാജാവും അദ്ദേഹത്തിന് തികഞ്ഞ ഈശ്വരഭക്തിയോടുകൂടിയ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. എന്താപത്ത് വന്നാലും അതെല്ലാം ഈശ്വരാനുഗ്രഹമാണെന്ന് വിചാരിച്ച് രണ്ടുപേര് സമാധാനമായിട്ട് അങ്ങനെ ജീവിച്ചു. കാലക്രമത്തിൽ രാജാവ് മരിച്ചു. രാജകുമാരൻ രാജാവായി. അദ്ദേഹത്തിന് ഈശ്വരനിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ആപത്തുകൾ വരുന്നത് മനുഷ്യശ്രദ്ധ കുറവ് കൊണ്ടും ദൗർഭാഗ്യം കൊണ്ടും മാത്രമാണെന്ന് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചു. മന്ത്രി അപ്പോഴും ഈശ്വരേച്ഛ കൊണ്ടുണ്ടാകുന്ന എന്തും നല്ലതിനാണെന്ന് തന്നെ വിശ്വസിച്ചു. ഒരു ദിവസം രണ്ടുപേരും കൂടി നായാട്ടിന് പോയി. രാജാവിന്റെ കയ്യിൽ ഒരു മുറിവ് പറ്റി. അദ്ദേഹം മന്ത്രിയെ വിളിച്ചു കാണിച്ചു. മന്ത്രി ഉടനെ അതും നല്ലതിന് തന്നെ എന്ന അഭിപ്രായവും പറഞ്ഞു. തന്റെ കൈ മുറിഞ്ഞത് നല്ലതിനാണെന്ന് പറയുന്ന മന്ത്രിക്ക് തന്നോട് സ്നേഹമില്ലെന്ന് വിചാരിച്ച് കുപിതനായ രാജാവ് മന്ത്രിയെ ജയിലിൽ അടയ്ക്കാൻ കൽപ്പിച്ചു. രാജാവ് വൈദ്യനെ വിളിച്ച് മുറിവ് കെട്ടിക്കുകയും ചെയ്തു. 4 ദിവസം കഴിഞ്ഞ് രാജാവ് വീണ്ടും നായാട്ടിന് പോയി. അപ്പോഴാണ് ചില കാപാലികന്മാർ വന്ന് അദ്ദേഹത്തെ പിടികൂടിയത്. അമാവാസി ദിവസം പാതിരയ്ക്ക് കാളിപൂജയ്ക്ക് ശേഷം ലക്ഷണമൊത്ത ഒരു പുരുഷനെ ബലി കൊടുക്കുകയാണെങ്കിൽ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അതിനുവേണ്ടി രാത്രി രാജാവിനെ കുളിപ്പിച്ച് ചുവന്ന പട്ടുടുപ്പിച്ച് ചെമ്പരത്തിപ്പൂ മാലയണിയിച്ച് കാളിക്ഷേത്രത്തിൽ ഹാജരാക്കി. തന്റെ മരണം അടുത്തിരിക്കുന്നുവെന്നറിഞ്ഞ രാജാവ് ഭയം കൊണ്ട് മരവിച്ച് കണ്ണുമടച്ച് നിന്നു. പൂജയ്ക്ക് ശേഷം ബലി നടത്തുവാനുള്ള പൂജാരി അടുത്തു വന്ന് രാജാവിന്റെ ദേഹം പരിശോധിച്ചപ്പോൾ കയ്യിലെ മുറിവ് കണ്ടു. ഈ ദേഹം ബലിക്ക് പറ്റിയതല്ലെന്ന് വിധിക്കുകയും ചെയ്തു. രാജാവിന് ജീവൻ വീണ്ടു കിട്ടി. തന്റെ കൈ മുറിഞ്ഞത് നല്ലതിനായിരുന്നുവെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അകാരണമായി മന്ത്രിയെ ശിക്ഷിച്ചതിൽ പശ്ചാത്തപിച്ച രാജാവ് കൊട്ടാരത്തിൽ മടങ്ങിയെത്തി മന്ത്രിയെ വരുത്തി ക്ഷമായാചനം ചെയ്തു. എന്നിട്ട് ചോദിച്ചു, എന്റെ കൈ മുറിഞ്ഞത് നല്ലതിനാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കൂടാതെ അങ്ങ് ഒരാഴ്ച ജയിലിൽ കിടന്ന് വിഷമിച്ചത് എന്തിനായിരുന്നു? അതെങ്ങനെയാണ് നല്ലതിനാകുന്നത്? മന്ത്രി മറുപടി പറഞ്ഞു, അതും ഈശ്വര നിശ്ചയം കൊണ്ട് നല്ലതിനായിരുന്നു. ഇല്ലെങ്കിൽ അങ്ങയുടെ കൂടെ ഞാനും നായാട്ടിന് പോരും. നമ്മളെ രണ്ടുപേരെ കാപാലികന്മാർ പിടിക്കും. അങ്ങനെ അങ്ങയെ വിട്ടയക്കുമ്പോൾ പിന്നെ എന്നെയാണ് ബലിക്ക് കൊടുക്കുക. അതില്ലാതായത് എന്നെ ജയിലിലിട്ടത് കൊണ്ടല്ലേ? എല്ലാം നല്ലതിനാണെന്ന് രാജാവിന് ബോധ്യം വന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോഴേക്കും നാം വല്ലാതെ വിഷമിക്കും അല്ലേ? വാസ്തവത്തിൽ അതെല്ലാം നമുക്ക് നല്ലതിനാവുന്നു. ഈശ്വരന്റെ ഓരോ അനുഗ്രഹമാകുന്നു എന്ന വിചാരം അത് സന്തോഷപൂർവ്വം സഹിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഒരു ആഭരണ പണിക്കാരൻ സ്വർണം തീയിലിട്ട് ഉരുക്കുകയും വെള്ളത്തിൽ മുക്കുകയും ചെയ്യും പോലെയാണ് ഈശ്വരൻ നമ്മുടെ ഹൃദയമാകുന്ന കനകത്തെ ദുഃഖാഗ്നിയിലിട്ട് തപിപ്പിക്കുകയും മിഴിനീരിലിട്ട് മുക്കുകയും ചെയ്യുന്നത്. സാധാരണ മനുഷ്യർക്ക് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അതെന്തിനാണെന്ന് അറിയുവാനുള്ള ക്ഷമയില്ലെന്ന് മാത്രം. അല്പകാലം ക്ഷമിച്ചിരുന്നു ഭാവി ഫലങ്ങളെപ്പറ്റി വിചാരം ചെയ്യുന്നതാൽ അറിയാം എല്ലാം നല്ലതിനായിരുന്നുവെന്ന്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് വാതരോഗം പിടിപെട്ടപ്പോൾ ആദ്യം അതിനെ ശപിക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് വാതരോഗം തന്റെ സുഹൃത്തായിരുന്നുവെന്ന് മനസ്സിലാക്കിയത്. കാരണം അതാണല്ലോ തന്നെ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ എത്തിച്ചത്. അതുകൊണ്ട് സമ്പത്തെന്ന പോലെ വിപത്തും ഈശ്വരാനുഗ്രഹമാണെന്ന് വിചാരിച്ച് സന്തുഷ്ടചിത്തരായിരിക്കുകയാണ് വേണ്ടത്. ഇതാണ് യഥാർത്ഥ ഭക്തന്റെ സ്വഭാവം. നമസ്തേ പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ധരിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.